മെഡിറ്റേഷനിലും പ്രാഥമിക വ്യായാമ മുറകളിലും തുടങ്ങി ഓട്ടവും ചാട്ടവും ക്രിക്കറ്റും ഫുട്ബോളും ജൂഡോയുമൊക്കെയായി ഈ അവധിക്കാലം ആഘോഷമാക്കുകയാണ് നെടുങ്കണ്ടത്തെ കുട്ടികൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതുമാണ് പരിശീലനക്കളരി ലക്ഷ്യം വെക്കുന്നത്. മൊബൈൽ ഫോണിന്റെയും ലഹരിയുടെയും ഒക്കെ പിടിയിൽ നിന്നും പുതുതലമുറയെ അകറ്റി സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് നയിക്കുന്നു. NSA അവതരിപ്പിക്കുന്ന സമ്മർ സ്പോർട്സ് സ്കൂൾ സീസൺ 2 ഇപ്പോൾ നമുക്കിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 2 മാസക്കാലം ഈ സ്റ്റേഡിയത്തിൽ കുട്ടികളുടെ കായികമായ കഴിവുകളും അവരുടെ ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ് അവർക്ക് ആസ്വദിക്കാനും അവർക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ളൊരു അവസരം സൃഷ്ടിക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം. ഇതിനകത്ത് നല്ലൊരു ടാലൻറ്റ് ഹണ്ടുണ്ട്. നമുക്ക് 100ഓളം കുട്ടികളിപ്പോൾ എന്നും രാവിലെ ഇവിടെ പരിശീലനത്തിന് വരുന്നുണ്ട്. ഇതിൽ നിന്ന് മേജർ ഗെയിമുകളായിട്ടുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ്, ജൂഡോ, അത്ലറ്റിക്സ്, കബഡി തുടങ്ങിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കായിക വിനോദങ്ങൾ തിരഞ്ഞെടുക്കാനും അതിൽ നമുക്ക് അവധിക്ക് ശേഷം തുടർ പരിശീലനം കൊടുക്കാനുമാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി കുട്ടികളാണ് 5 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള 100ഓളം കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടം സ്പോർട്സ് അക്കാദമിയാണ് 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ കായിക ഇനത്തിലും പാഠങ്ങൾ പകർന്നു നൽകാൻ മികച്ച പരിശീലകരുമുണ്ട്. സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് ഹണ്ട് നടത്തി വ്യത്യസ്ത കായിക ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കും. രൂപീകൃതമായതിനു ശേഷം ഇത് 2ാം സീസണാണ് പരിപാടികൾ നടത്തുന്നത്. കുട്ടികൾക്ക് ഈ 2 മാസക്കാലം മൊബൈൽ ഫോണിൽ നിന്ന് വിമുക്തമാക്കുക, ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്പോർട്സ് ടു ഓൾ ആൻഡ് സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം 3-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 31-ന് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകമായ മൊഡ്യൂൾ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികളെയും അവർക്ക് താല്പര്യമുള്ള കായിക ഇനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെക്കുന്നത്. ജൂഡോ, ക്രിക്കറ്റ്, ഫുട്ബോള്, അത്ലറ്റിക്സ്, കബഡി തുടങ്ങിയ മേഖലകളിലാണ് ഈ വർഷത്തെ പരിശീലനം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കുട്ടികൾക്കിടയിൽ നിന്നും രക്ഷിതാക്കളുടെ ആവേശകരമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ തുറകളിൽ നിന്ന് വിവിധ പരിശീലന പരിപാടികൾ, അതുപോലെ കായിക മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള പരിപാടികൾ എല്ലാം ഇതിൻ്റെ ഭാഗം മെഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. തികച്ചും നൂതനമായ വൈവിധ്യമാർന്ന നെടുങ്കണ്ടത്ത് നാളിതുവരെ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു നൂതന പരിശീലന മാർഗങ്ങളാണ് ഞങ്ങൾ ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത്. അവധിക്കാലം മുഴുവൻ കളിച്ചുല്ലസിക്കാൻ അവസരം ലഭിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലാണ്. കുരുന്നുകൾക്കൊപ്പം കൂട്ടുകൂടാനും നിർദ്ദേശങ്ങൾ നൽകാനും മുതിർന്ന താരങ്ങളുമുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ജൂഡോ ചെയ്യാനാണെങ്കിലും ഫുട്ബോൾ ചെയ്യാനാണെങ്കിലും അത്ലറ്റിക്സ്, ക്രിക്കറ്റ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഉള്ളത്. രാവിലെ മെഡിറ്റേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവര് അതേപടിയാ. ഇന്ന കളർ കണ്ടോ? ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഇപ്പം നമുക്ക് കുറേ കുഞ്ഞു പിള്ളേർ വന്നിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ ജൂഡോ ചെയ്യാനാണെങ്കിൽ അതിന് ജൂഡോയ്ക്ക് പോവാം. ജൂഡോ ചെയ്താൽ നമുക്ക് അത്രയ്ക്ക് ബെനിഫിറ്റ് ഉണ്ട്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കാനും പിന്നെ ഒന്നുകൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാളെയുടെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികളുടെ മുന്നൊരുക്കം. കളിച്ചുല്ലസിച്ച് രാജ്യത്തിന് അഭിമാന താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പ്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.